അങ്ങനൊന്നും ഫേസ്ബുക്ക് ഞാൻ പണ്ടേ വിട്ട കേസാ. ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഞാൻ കൊറേ നാളായിട്ട് ലൈവൊക്കെ ഹലോ ഹായ് ഡിയേഴ്സ്. ഇവനെ ഡയറ്റിന്റെ സംഭവമായതുകൊണ്ട് ഞാൻ ലൈവ് ചെയ്യാതെ വിചാരിച്ച. ഇവനിപ്പോ ഡയറ്റ് പഠിക്കുന്നില്ല, ഭാവിയിലെ ഡയറ്റീഷ്യൻ ആയിരിക്കില്ല, നമുക്ക് എന്താവണെന്ന് ആർക്കറിയാം. എന്നാലും ഡയറ്റ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഡയറ്റിനെ കുറിച്ചുള്ള അഡ്വൈസ് കൊടുക്കൂ. ഡയറ്റിന് പഠിക്കുന്നതാ അല്ല, ഞങ്ങളുടെ DIA എന്നാ. പറ, ഡയറ്റിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തേ, ആൾക്കാരൊക്കെ ഒന്ന് കേൾക്കട്ടെ. പുള്ളകി തരാം. ഇംഗ്ലീഷ് വേണ്ട, മലയാളം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി. വ്യൂവേഴ്സ് ഒന്നുമില്ല, കൊറേ നാളെ പേജിൽ ലൈവ് ചെയ്തിട്ട് കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. പേജിൽ എല്ലാരും ഒന്ന് ആക്റ്റീവ് ആകണേ പ്ലീസ്. പറ. ആദ്യം നമ്മൾ എന്താ പഠിച്ച? ഡയറ്റ്. പല ഹോസ്പിറ്റൽസ് മീൻസ് ഹെൽത്ത് കെയർ സിസ്റ്റം. നിങ്ങള് ഇത് പഠിച്ചിട്ടില്ലേ, ഡയറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങള്? കാർബോഹൈഡ്രേറ്റ് അതൊന്നും ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. അതൊന്നും പഠിച്ചിട്ടില്ലേ? അത് ഞാൻ വായിച്ചായിരുന്നല്ലോ ബുക്കില്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മൈ പ്ലേറ്റ്. നമ്മള് മൈ പ്ലേറ്റ് എന്ന് പറയുമ്പോ നമ്മള് ആദ്യത്തെ പോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇങ്ങനെ കഴിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ സീരിയൽസ്. മനസ്സിലായി? മിക്കവാറും പണി കിട്ടും. സീരിയൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞാ ഫുഡ് പിരമിഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുഡ് പിരമിഡ് എന്ന് പറയുമ്പോ ഇങ്ങനെയാണല്ലോ, അതിൽ ഇങ്ങനെയല്ല നമ്മള് പോണത്, നമ്മള് അടിയിന്ന് പൊക്കത്തോട്ടാണ്. അപ്പൊ ആദ്യം സീരിയൽസ് അങ്ങനത്തെ പല സാധനങ്ങൾ കഴിക്കണം. അത് കഴിഞ്ഞാൽ പൊക്കത്തോട്ട് പോകുമ്പോ മീറ്റ് അല്ലേ, മീറ്റാണോ ലെഗ്യൂംസ് ആണോ? മലയാളം കഴിക്കണം. ഞാനിപ്പോ നമുക്ക് ഡയറ്റിനെ കുറിച്ച് നമുക്ക് വേറെ ചർച്ച വിഷയം ഫിറ്റ്നസിന്റെ പേജിൽ കയറിയിട്ട് ആരോഗ്യപരമായ കുറച്ച് നമുക്ക് ഫൺ എലിമെന്റും കൂടെ കൂട്ടാം. എപ്പോഴും ആരോഗ്യം തന്നെ വേണമെന്നുണ്ടോ? ആരോഗ്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായി? ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ഇല്ലാത്തൊരു സാധനമാണ് ആരോഗ്യം. നല്ല ആരോഗ്യത്തെ കുറിച്ചുള്ള അറിവുകൾ അതൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നീ പറഞ്ഞ കാര്യം അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. നീ അത് ഒന്നും കൂടെ പഠിച്ചിട്ട് നിന്റെ ബുക്ക് എടുത്തിട്ട് വന്നിട്ട് നീ ഞാൻ കൊണ്ട് തന്നെ ലൈവ് വയ്ക്കും. ഓക്കേ, സ്ലോ കണക്ഷൻ ആണ്. ഞങ്ങള് പറയുമ്പോ ചിലപ്പോ കമ്പിളി പതപ്പ് പോലെയൊക്കെ ഉണ്ടാവും, എന്നാലും ചെയ്തേക്കണം. എന്നാ പിന്നെ പറ. എന്താ ബൈ ദ വേ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ 17 ആവാൻ പോവുകയാണ്. കയ്യടി. പണ്ടൊക്കെ ബർത്ത്ഡേ വരുമ്പോ ഞാൻ ഇന്ന് അതെന്നാ സാധനോ ലൈവിലാണ് ഞങ്ങൾ. അത് നമുക്കാണ് സ്പ്രേ. ലൈവാണ്. അതെ, ലൈവാണ്. പണ്ടൊക്കെ ബർത്ത്ഡേ വരുമ്പോ നമ്മൾ കൊറേ സന്തോഷിക്കുമായിരുന്നു. ആ സ്കൂളിൽ പോണം, മിഠായി കൊടുക്കണം, പുതിയ ഉടുപ്പിടണം. അന്തസ്. ഇപ്പൊ എങ്ങനെയെങ്കിലും തീർന്നെത്തിയാ മതി. ഇപ്പൊ ഒരു സുഖം കിട്ടുന്ന. അങ്ങനെ എന്റെ പപ്പ വന്നു, ബാക്കില് അച്ചു കിടന്നുറങ്ങുക. എവിടെ അപ്പോ പിന്നീടാണ് ലൈവ് വന്നത് പറഞ്ഞിട്ട്. നീ ഇറങ്ങും. എനിക്കൊരാളെ പിടിക്കണം. കേറൂന്ന് നമുക്ക് അത് കണ്ടോളൂ. നെറ്റ് സ്ലോയാ, ചിലപ്പോ പോസ്റ്റ് ചെയ്യുമ്പോ വ്യൂസ് അതാണ് നമ്മുടെ കോൺഫിഡൻസ്. നമ്മുടെ ലൈവിൽ ആരിക്കും നമ്മൾ ലൈവ് ചെയ്യുന്നത്. അന്ത കോൺഫിഡൻസ്. നമുക്ക് അന്താക്ഷരി നമുക്ക് പിന്നെ കളിക്കാം. അതെ, ഞാൻ ശരിക്കും പറഞ്ഞ ഇവന്റെ ഞങ്ങളുടെ ഡയറ്റിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു.
നിക്ക് കേൾക്ക്. അവിടെ സവാളൊക്കെ ഉണ്ട്. സവാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പട്ടി സവാള. നമ്മള് ഡയറ്റിനെ കുറിച്ച് ഞാനും അതിൽ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഡയറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കായിരുന്നു. ഡയറ്റ് അവൻ ഡയറ്റ് പഠിക്കുന്നുണ്ടല്ലോ, ഡയറ്റ് ഒരു സബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഡയറ്റിനെ കുറിച്ച് നമുക്ക് ലൈവ് വന്നപ്പോ ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ കാട്ടിൽ വന്നിട്ട് 4 ചേമ്പർ ഉണ്ട്. അതില് പൊക്കത്ത് നല്ല റൈറ്റ് അതൊക്കെ പിന്നെ പൊക്കത്തും താഴത്തൊക്കെ നമുക്ക് പിന്നെ പറയാം. ബുക്ക് എടുത്തിട്ട് ഒരു ദിവസം നിന്നെ കൊണ്ട് ലൈവ് ചെയ്യാം. അങ്ങനെ ലൈവ് ചെയ്തതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് അപ്പോഴാണ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് വന്നത്. ആ വന്ന സ്ഥിതിക്ക് താങ്കളുടെ വെയിറ്റ് ലോസ് ജേണി എന്താണ് ചക്കായിരിക്കുന്നത്? താങ്കൾ പറഞ്ഞാലും എന്തുകൊണ്ട് കൂടി? വർക്കൗട്ട് പ്രോപ്പർ അല്ല, അതുകൊണ്ട് കൂടി. അത് ശരിയാണോ ആ ചെയ്യുന്നത്? തെറ്റാണ്. വർക്കൗട്ട് എന്തുകൊണ്ട് പ്രോപ്പർ അല്ല? ഞാൻ ഉഴപ്പൊന്നുകൊണ്ട് പ്രോപ്പർ അല്ല. സത്യസന്ധമായിട്ട് ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഇത് എന്ന് പ്രോപ്പർ ആക്കി 6 മാസം ട്രാൻസ്ഫോർമേഷൻ ജേണി എന്ന് പറഞ്ഞിട്ട് 6 മാസമായി. ഇനിയിപ്പോ 2026 തുടങ്ങാല്ലേ? ഞാനിങ്ങനെ കൊറേ ന്യൂ ഇയർ കണ്ടത്. ഈ 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുണ്ടോ? 6 മാസമായിട്ടില്ല. 6 മാസം കിടക്കാണ് 6 മാസം. 2 മാസമായിട്ടുള്ളൂ. കുഞ്ഞു അങ്ങോട്ടേ വരുന്നേ. അവിടെ ഇരിക്കേ. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുന്നു. അവിടെ ഫ്രണ്ടിൽ പോയി ബാക്കിൽ പോയി. ഞാൻ കട്ട് ചെയ്യാൻ പോവാ. പിന്നെ ഞാൻ വീട്ടിലില്ല. ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കുന്നു. ശരി പറ പോ കണ്ടിന്യൂ. അടങ്ങിയിരിക്കുന്നു. പറ അപ്പൊ അതാണ് നമ്മള് 2 മാസമായിട്ടുള്ളൂ. 6 മാസമാണല്ലോ, സമയമുണ്ടല്ലോ. പറഞ്ഞോ. അപ്പൊ ഇനി 6 മാസം ഇനി ഉണ്ടെന്നാ പറയണേ. നിക്ക് കുഞ്ഞു, അങ്ങനെ ലൈവാണ് കുഞ്ഞു ലൈവാണ് കുഞ്ഞു. നിന്നെ എല്ലാരും ബാഡ് ബോയ് പറയും. കുഞ്ഞു ലൈവാണ് കുഞ്ഞു. ബാഡ് ബോയ് ഉണ്ടോ? അപ്പൊ ഞാൻ വെയിറ്റ് എടുത്ത് വെച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ ട്രെയിനറാ. ഞാൻ വലിയ രീതിയിൽ വന്നിട്ട് 6 മാസത്തെ ട്രാൻസ്ഫോർമേഷൻ. കള്ളരി പരമ്പര ദൈവങ്ങളെ സഹനശക്തി തരൂ എനിക്ക്. ശരി, അപ്പൊ ഡയറ്റ് സ്റ്റുഡന്റ് ഇനി ലൈവ് വരുന്നതായിരിക്കും. ഈ ലൈവിന്റെ വിശേഷം നോക്കിയിട്ട് വരാം. വ്യൂസ് ഒന്നും കാണുന്നില്ല. ഫേസ്ബുക്കില് കൊറേ നാളായിട്ട് ഫേസ്ബുക്ക് ലൈവ് പിന്നെ പേജിലാണ് ഞാൻ. അയ്യേ ഒരു മനുഷ്യൻ കാണാനില്ല. അതാണ് എന്റെ പേജ്. വീട്ടിൽ പോയിട്ട് 5000 സ്റ്റാർ. ഞാൻ വന്നത് ശരി.